മുബഷീർ പി അക്ബർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. മുബഷീർ, ദീപക് പല ഘട്ടത്തിലുള്ള പലതരത്തിലുള്ള സാധ്യതകളെ പറ്റി വിശദമായി തന്നെ പറയുകയായിരുന്നു. ഇപ്പോൾ ഈ പുഴയിൽ ചില ബോട്ടുകൾ ഉൾപ്പെടെ കാണുന്നുണ്ട്. തിരച്ചിൽ പുനരാരംഭിച്ചോ മുബഷീർ? ഓടിയോ ബിനിൽ പോത്തൻ ബാബു, ഏറ്റവും പുതിയ വിവരം ഇവിടെ നിന്ന് പങ്കുവെക്കാൻ സാധിക്കുന്നു. ഒരു പക്ഷേ ഇന്ന് രാവിലെ മുതൽ അനുകൂലമായിരുന്ന കാലാവസ്ഥയാണെങ്കിൽ ഇതാ ഇപ്പോൾ ശിരൂരിൽ മഴ ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ശക്തമായ മഴ ഈ ഒരു തിരച്ചിലിന് പ്രതികൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തായാലും ഈ ഒരു മേഖലയിൽ നേരത്തെ താൽക്കാലികമായി തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നെങ്കിലും വീണ്ടും 3 ബോട്ടുകളിലായി എത്തിയ നാവികസേന, പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ സംഘം, അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ ഒരു മേഖലയിൽ ഇപ്പോഴും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഡൈവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം താൽക്കാലികമായി തിരച്ചിൽ നിർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഈ മേഖലയിൽ പുഴയുടെ കുത്തൊഴുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു കേബിൾ സ്ഥാപിച്ചിരുന്നു. അതുൾപ്പെടെ ഒലിച്ചുപോയൊരു സാഹചര്യത്തിൽ വലിയ ഒരു ഒഴുക്ക് തന്നെ പുഴക്കുണ്ടെന്നൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇതുവരെ പുഴയിലേക്ക് മുങ്ങാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണിക്കൂറുകൾ പിന്നിട്ട് ഒരു സംഘം മൺതിട്ടയോട് ചേർന്ന ഭാഗത്ത് തമ്പടിച്ചിട്ട്, പക്ഷേ ഇതുവരെ പുഴ ശാന്തമാവാത്തത് കൊണ്ട് തന്നെ അതിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ ഇവിടെ നിന്നുള്ള സാഹചര്യം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ബോട്ടുകൾ വീണ്ടും കരഭാഗത്തു നിന്ന് വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ ഒരു ബോട്ടിലുണ്ട്. ഒരു ഭാഗത്ത് NDRFൻ്റെ നേതൃത്വത്തിലുള്ള സംഘവുമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പുഴയുടെ കുത്തൊഴുക്കിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വെല്ലുവിളിയായി മാറുന്നത് നേരത്തെ മലയമ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ഈ പശ്ചിമഘട്ട മലനിരയോട് അതിൻ്റെ ഓപ്പോസിറ്റ് ചേർന്ന് നിൽക്കുന്ന പരിസ്ഥിതിലോല മേഖലയിൽ നിന്നും ഒലിച്ചു വന്ന മൺതിട്ടകളും മണ്ണും തന്നെയാണ്. നിലവിൽ പരിശോധന നടക്കുന്ന സ്ഥലത്ത് ലോറി പാറക്കഷ്ണങ്ങളുടെയും അതുപോലെ തന്നെ ചെളിയുടെയും ഇടയിലാണെന്നുള്ളതാണ് നിഗമനം. ഇവിടെ ലോറി പകുതി ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകുന്നുണ്ട്. അവിടെ ഡൈവ് ചെയ്യുകയാണോ ഒരാൾ അവിടെ പുഴയിൽ ഇറങ്ങിയിട്ടുള്ളത് കാണാം. ചെളിയും ബാർജുകൾ ഉപയോഗിച്ചാനായിരിക്കും നീക്കം ചെയ്യാനായിരിക്കും ശ്രമിക്കുക എന്നുള്ളതാണ്. നേരത്തെ ബിനിൽ പ്ലാൻ ബിയെ കുറിച്ച് ചോദിക്കുന്നത് ഞാൻ കേട്ടു. ബിനിൽ, അത് ഡൈവ് ചെയ്യുന്നതല്ല, അവരുടെ പ്ലാറ്റ്ഫോം അവിടെ സജ്ജമാക്കുന്നതാണ്. മുളയും കയറും ഉപയോഗിച്ചുള്ള പ്ലാറ്റ്ഫോം അവിടെ സജ്ജമാക്കി ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ അവർക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കൂ. അതുപോലും കൃത്യമായി സ്ഥാപിക്കാൻ കഴിയാത്തതിന് പ്രധാനപ്പെട്ട കാരണം കുത്തൊഴുക്ക് തന്നെയാണ്. കുത്തൊഴുക്ക് ഒരു തരത്തിലും